വെൽക്കം ടു സ്റ്റഡി ടൈം. പ്രീവിയസ് ഇയറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതെന്ന് കണ്ടെത്തി എഴുതുക. ബ്രാക്കറ്റിൽ കാന്തിക ബലം, ഘർഷണ ബലം, ഗുരുത്വാകർഷണ ബലം, സ്ഥിതവൈദ്യുത ബലം. ഇതിൻ്റെ ആൻസർ ഘർഷണ ബലം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഘർഷണം ഗുണകരമല്ലാത്തതും ഗുണകരമായതുമായ ചില സന്ദർഭങ്ങൾ തന്നിരിക്കുന്നു. ഇവ അനുയോജ്യമായി പട്ടികപ്പെടുത്തുക. എ, ഒരു നോട്ട്ബുക്കിൽ പേന കൊണ്ട് എഴുതുന്നത്. ബി, യന്ത്രങ്ങളുടെ തേയ്മാനം. സി, വസ്തുക്കളെ പിടിക്കാൻ സഹായിക്കുന്നത്. ഡി, ഇന്ധനനഷ്ടം. ഘർഷണം ഗുണകരമായത് ഒരു നോട്ട്ബുക്കിൽ പേന കൊണ്ട് എഴുതുന്നത്, വസ്തുക്കളെ പിടിക്കാൻ സഹായിക്കുന്നത്. എയും സിയും. ബിയും ഡിയും ആണ് ഘർഷണം ഗുണകരമല്ലാത്തവ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയ്ക്കുള്ള കാരണം എഴുതുക. വസ്തുക്കളെ നിരക്കി നീക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഉരുട്ടി നീക്കുന്നത്. അതിൻ്റെ ആൻസർ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ബി ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്രികർ പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കുന്നു. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ബഹിരാകാശത്ത് അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്നില്ല. എന്നാൽ ശരീരത്തിലെ ഉയർന്ന രക്തസമ്മർദ്ദം ചെറിയ രക്തധമനികൾ പൊട്ടിപ്പോകാൻ കാരണമാകുന്നു. ഇത് ഒഴിവാക്കാനാണ് ബഹിരാകാശ യാത്രികർ പ്രത്യേകതരം വസ്ത്രങ്ങൾ ധരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ, തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായി നിർമ്മിച്ചിരിക്കുന്നു. ആൻസർ, സൂചിയുടെ അഗ്രഭാഗത്ത് പരപ്പളവ് കുറവാണ്. അതിനാൽ സൂചിയിലേക്ക് പ്രയോഗിക്കുന്ന ബലം അതിൻ്റെ അഗ്രഭാഗത്ത് മർദ്ദം കൂടാൻ കാരണമാകുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഘർഷണം കുറയ്ക്കുന്നതിന് സ്നേഹകങ്ങൾ ഉപയോഗിക്കുന്നു. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകത്തിൻ്റെ പേരെഴുതുക. ഗ്രാഫൈറ്റ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ്രാവകങ്ങളും മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എഴുതുക. ദ്രാവക രൂപത്തിൻ്റെ ഉയരം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത. ആറാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്കുള്ള കാരണം കണ്ടെത്തുക. എ, മുനയുള്ള ആണി മുനയില്ലാത്ത ആണിയേക്കാൾ എളുപ്പത്തിൽ തുളച്ചു കയറുന്നു. അതിൻ്റെ ആൻസർ, മുനയുള്ള ആണിയുമായി സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കുറവായിരിക്കും. അപ്പോൾ മർദ്ദം കൂടുന്നു. അതിനാൽ അത് വേഗത്തിൽ തുളച്ചു കയറുന്നു. ബി ക്വസ്റ്റ്യൻ, ബോട്ടിൻ്റെയും വിമാനത്തിൻ്റെയും മുൻഭാഗം പ്രത്യേക രീതിയിൽ നിർമ്മിക്കുന്നു. അതിൻ്റെ ആൻസർ, ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവയുടെ മുൻഭാഗം പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. സി ക്വസ്റ്റ്യൻ, പർവ്വതാരോഹകർ പ്രത്യേകതരം വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ആൻസർ, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നു. നമ്മുടെ ശരീരത്തിലെ ഉയർന്ന രക്തസമ്മർദ്ദം കാരണം നേർത്ത രക്തധമനികൾ പൊട്ടി മൂക്കിലൂടെ രക്തസ്രാവം ഉണ്ടാകാൻ കാരണമാകുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എ, ബി, സി കോളങ്ങൾ അനുയോജ്യമായി ചേർത്തെഴുതുക. എ, അന്തരീക്ഷമർദ്ദം. ബിയിൽ നിന്നും അന്തരീക്ഷമർദ്ദത്തിന് യോജിച്ചത് ബാറ്, സിയിൽ നിന്നും ബാരോമീറ്റർ. എയിലെടുത്തത് സ്നേഹകം, ബിയിൽ നിന്നും ഘർഷണം, സിയിൽ നിന്ന് വെളിച്ചെണ്ണ. എയിൽ കാന്തം, സജാതീയ ധ്രുവങ്ങൾ, വികർഷണം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വ്യാപകമർദ്ദത്തിൻ്റെ യൂണിറ്റ് ഏത്? ആൻസർ, ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, 20 ന്യൂട്ടൺ ഭാരമുള്ള സമാനമായ രണ്ട് ഇഷ്ടികകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ മണൽ നിറച്ച 2 ട്രേകളിൽ വച്ചിരിക്കുന്നു. എ ക്വസ്റ്റ്യൻ, ഇവയിൽ മർദ്ദം കൂടുതൽ പ്രയോഗിക്കപ്പെടുന്ന സന്ദർഭമേത്? ചിത്രം 1, ചിത്രം 2. കാരണം എന്ത്? അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ പറയാം. ചിത്രം 1. കാരണം ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളേവ? മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം വ്യാപകമർദ്ദവും രണ്ടാമത്തെ ഘടകം പരപ്പളവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളുടെ കാരണം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ, ഡാമുകളുടെ അടിഭാഗം വീതി കൂട്ടി നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ ആൻസർ, ദ്രാവകങ്ങൾ ചെലുത്തുന്ന മർദ്ദം ആഴം കൂടുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്നു. അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുമ്പോൾ മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്രികർ പ്രത്യേക തരം വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇതിൻ്റെ ആൻസർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ആൻസർ തന്നെ എഴുതിയാൽ മതി. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ നിരക്കി നീക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഉരുട്ടി നീക്കുന്നത്. എ ക്വസ്റ്റ്യൻ, ഇതിനുള്ള കാരണം ഘർഷണവുമായി ബന്ധപ്പെടുത്തി എഴുതുക. അതിൻ്റെ ആൻസർ, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. ബി ക്വസ്റ്റ്യൻ, ഈ തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതുക. ആൻസർ നോക്കാം. സൈക്കിൾ വീലുകളിൽ ഉപയോഗിക്കുന്ന ബോൾ ബെയറിങ്ങുകൾ. 12ാമത്തെ ക്വസ്റ്റ്യൻ,
ഒന്നാം പദജോടി ബന്ധം കണ്ടെത്തി രണ്ടാമത്തേത് പൂരിപ്പിക്കുക. വ്യാപകമർദ്ദം ന്യൂട്ടൺ, മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഖരരൂപത്തിലുള്ള ഒരു സ്നേഹകമേത്? തന്നിരിക്കുന്നതിൽ ഗ്രാഫൈറ്റാണ് ഖരരൂപത്തിലുള്ള സ്നേഹകം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചുവടെ കൊടുത്തിരിക്കുന്നവയെ സമ്പർക്കബലം, സമ്പർക്കരഹിത ബലം എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. കാന്തധ്രുവങ്ങൾ വികർഷിക്കുന്നു, സമ്പർക്കരഹിത ബലം. ട്രോളി തള്ളുന്നു, സമ്പർക്കബലം. വാതിൽ തള്ളി തുറക്കുന്നു, സമ്പർക്കബലം. മാവിൽ നിന്നും മാങ്ങ വീഴുന്നു, സമ്പർക്കരഹിത ബലം. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെഴുതുക. അന്തരീക്ഷമർദ്ദം അളക്കാൻ ബാരോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം എഴുതുക. ഒരു ഘടകം ഉയരം. അന്തരീക്ഷമർദ്ദം പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭം എഴുതുക. സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന അളവുകളുടെ ബന്ധം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. വ്യാപകമർദ്ദം 10 ന്യൂട്ടൺ, പരപ്പളവ് 2 മീറ്റർ സ്ക്വയർ, മർദ്ദം കണ്ടുപിടിക്കണം. ഇവിടെ മർദ്ദം കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ വ്യാപകമർദ്ദം ബൈ പരപ്പളവാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ 10/2 എന്ന് പറയുമ്പോൾ 5 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടണം. അടുത്തതിൽ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. വ്യാപകമർദ്ദം 10 ന്യൂട്ടൺ, മർദ്ദം 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ അതിൽ നമുക്ക് പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് 10/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇക്വേഷൻ എഴുതിയിട്ട് ഒന്നുകൊണ്ട് ചെയ്യാം. മർദ്ദം ഈസ് ഈക്വൽ ടു വ്യാപകമർദ്ദം ബൈ പരപ്പളവ്. എയിൽ വ്യാപകമർദ്ദം 10 തന്നിട്ടുണ്ട്, പരപ്പളവ് 2 തന്നിട്ടുണ്ട്. മർദ്ദം സമം 10/2 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ബി ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നതിൽ വ്യാപകമർദ്ദം 10, മർദ്ദം 10. പരപ്പളവ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ വരുന്നത് വ്യാപകമർദ്ദം ബൈ മർദ്ദം ദാറ്റ് ഈസ് ഈക്വൽ ടു 10/10 1 മീറ്റർ സ്ക്വയർ. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.